2023 ഏറ്റവും കൂടുതൽ സൈനിക ആവശ്യങ്ങൾക്കായി പണം ചെലവാക്കിയ രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് സിപ്രി പുറത്തുവിട്ടിരിക്കുന്നു. സിപ്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ സിപ്രി പുറത്തുവിട്ടിരിക്കുന്ന ഈ ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തേതാണ്? 1, 2 സ്ഥാനത്ത് നിൽക്കുന്നത് ഏത് രാജ്യങ്ങളാണ്? ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി, ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്? ഒരു 3ാം ലോക മഹായുദ്ധം അടുത്തെത്തിയിരിക്കുന്നു എന്ന ഊഹാപോഹങ്ങൾ പോലും നടക്കുന്ന ഈ സമയത്ത് എല്ലാ രാജ്യങ്ങളും അവരവരുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി, അവരവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ധാരാളം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കളുടെ കയ്യിൽ നിന്നും സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി, പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി, സൈനിക ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിനൂതന സാങ്കേതിക വിദ്യകളും പുതിയ പുതിയ യുദ്ധ ഉപകരണങ്ങളുമാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, യുദ്ധ കപ്പലുകൾ, ടാങ്കുകൾ, പീരങ്കി തോക്കുകൾ, റോക്കറ്റുകൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് സൈന്യത്തെ നവീകരിക്കുകയാണ് ഓരോ രാജ്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ 2023 ലോകത്തിലേക്ക് ഏറ്റവും വലിയ സൈനിക ചെലവ് ചെയ്ത രാജ്യങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ സിപ്രി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ചെലവ് എന്താണ്? ഇന്ത്യയുടെ ചെലവ് മുൻ വർഷത്തേക്കാൾ 4.2% കൂടുതലാണെന്നാണ് ആഗോള സൈനിക ചെലവുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് പറയുന്നത്. 2020 മെയ് മാസത്തിൽ ആരംഭിച്ച ലഡാക്ക് സംഘർഷത്തിന് ശേഷം ചൈന അതിർത്തിയിൽ പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിലും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ സൈനിക ചെലവ് 2022 $81.4 ബില്യൺ ആയിരുന്നു. 2021 6% കൂടുതലും 2013 നിന്ന് 47% കൂടുതലുമായിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ചെലവുകാരായ ചൈനയുടേതാകട്ടെ 2023 അതിന്റെ സൈന്യത്തിന് $296 ബില്യൺ ആണ് അനുവദിച്ചത്. ഇത് മുൻ വർഷത്തേക്കാൾ 6% വർധനയാണെന്നാണ് സിപ്രി ഡാറ്റ പറയുന്നത്. അതായത് 2022 ചൈനയുടെ സൈനിക ചെലവെന്ന് പറയുന്നത് $292 ബില്യൺ ആയിരുന്നു. 2023 US സൈനിക ചെലവെന്ന് പറയുന്നത് 2.3% ഉയർന്ന് $916 ബില്യൺ ആയി. ഉക്രൈനുമായുള്ള യുദ്ധത്തിനിടയിൽ റഷ്യയുടെ സൈനിക ചെലവ് 24% വർദ്ധിച്ച് $109 ബില്യൺ ആയി. അതുപോലെ തന്നെ 2023 ഉക്രൈന്റെ സൈനിക ചെലവെന്ന് പറയുന്നത് $64.8 ബില്യൺ ആണ്. അത് 51% വർദ്ധിച്ചത്. 1ാം സ്ഥാനത്ത് അമേരിക്കയും 2ഉം 3ഉം ചൈനയും റഷ്യയും തുടരുമ്പോൾ 83.6 ബില്യൺ ചെലവഴിച്ച് 2023 ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ചെലവ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ ചെലവ് മുൻ വർഷത്തേക്കാൾ 4.2% കൂടിയിരിക്കുന്നത്. 2022 ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന 4ാമത്തെ രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ സൈനിക ചെലവ് $81.4 ബില്യൺ ആയിരുന്നു 2022. ഉക്രൈനിൽ നിലനിൽക്കുന്ന സംഘർഷവും ഏഷ്യ, ഓഷ്യാനിയ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ പ്രദേശങ്ങളിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷവുമാണ് സൈനിക ചെലവിലെ ഈ കുതിച്ചുചാട്ടത്തിന്റെ പ്രധാന കാരണമായി സിപ്രി റിപ്പോർട്ട് ചെയ്യുന്നത്. സിപ്രിയുടെ റിപ്പോർട്ട് പ്രകാരം ആഗോള സൈനിക ചെലവ് 2023 $2,443 ബില്യൺ മുൻ വർഷത്തേക്കാൾ 6.8% കൂടിയിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ 2023 മൊത്തം സൈനിക ബജറ്റിന്റെ 80% വരുന്നത് ഉദ്യോഗസ്ഥരുടെയും പ്രവർത്തന ചെലവുകളുടെയും വർധനവാണ്. ഇന്ത്യയുടെ സൈനിക ചെലവിലെ കുതിച്ചുചാട്ടത്തിന് കാരണമായത് ഇതാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതായത് നമ്മുടെ ശത്രു രാജ്യങ്ങളായ ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ സായുധ സേനയുടെ പ്രവർത്തന സന്നദ്ധ വർദ്ധിപ്പിക്കുന്നതിൽ ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ കൊടുത്തു. എന്നാൽ അതേസമയം പാകിസ്ഥാന്റെ സൈനിക ചെലവ് 2023 $8.5 ബില്യൺ ആയി കുറയുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ ഈ മൊത്തത്തിലുള്ള ചെലവിൽ വർധനവുണ്ടായിട്ടും സൈനിക സംഭരണത്തിനായുള്ള മൂലധന ചെലവ് അതുപോലെ തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ സംഭരണ ഫണ്ടുകളുടെ ഒരു പ്രധാന ഭാഗം ഏകദേശം 75% ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾക്കായി ഇന്ത്യ നീക്കി വെച്ചിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.